ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ആകെപ്പാടെ ഒരു സ്തംഭിച്ച അവസ്ഥയായിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കര കയറിയിട്ടില്ല. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് ചൂരൽമല കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹൗസ് ചൂരൽമലയാണ്. ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണേ. ഇവിടെയാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ റെൻറ്റിന് താമസിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലെ ചൂരൽമലയാണ് ഉള്ളത്. ആ ഒരു ദിവസം, അതായത് ഉരുൾപൊട്ടുന്നതിൻ്റെ, അതായത് രാത്രി 1 മണിക്കാണ് അന്ന് ഉരുൾപൊട്ടിയത്. അതിന് മുന്നേ ഒരു ഈവനിങ് സമയമൊക്കെ ആയപ്പോൾ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയൊക്കെ ആയിരുന്നു ഉള്ളത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സമാധാനമില്ലല്ലോ. ഓൾറെഡി പുത്തുമലയിൽ പ്രശ്നം ഉണ്ടായതായിരുന്നല്ലോ. അതിനുശേഷം എല്ലാ മഴക്കാലത്തും നമ്മൾ സേഫായിട്ട് മാറി നിൽക്കലാണ് പതിവ്. അപ്പോൾ ഇപ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അച്ഛനമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. അന്ന് ഉരുൾപൊട്ടുന്നത് ഞങ്ങൾ അറിഞ്ഞത് ഒരു 3 മണിയായപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മരവിച്ച അവസ്ഥയായിരുന്നു. ഒരു എന്താ പറയുക, കുറച്ച് സമയത്തിൻ്റെ വ്യത്യാസത്തിലാണ് അത് സംഭവിച്ചത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. വീടിൻ്റെ അവസ്ഥയൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ കുറച്ച് പേര് പോയി. പിന്നെ ഞങ്ങളുടെ നാട്ടുകാർ കുറച്ച് പേര്, പിന്നെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാർ, അങ്ങനെ കുറച്ച് പേര് പോയി. പിന്നെ അച്ഛനും അമ്മയും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് പോയത്. ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് ഉള്ളത്. കൽപ്പറ്റ വീട് വെച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അതിന് മുന്നെയാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്. നാട്ടുകാരൊക്കെ കുറേ നല്ല ഓർമ്മകൾ തന്നിട്ട് എല്ലാവരും പോയി. ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഒരു മനസ്സ് മരവിച്ച അവസ്ഥയാണ്. പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് ഇങ്ങനെ റെഡിയായി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. രാവിലെ തൊട്ട് കുറേ പണികൾ ഇങ്ങനെ പെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. തുണിയൊക്കെ ഒരുപാട് കഴുകാനായി. അപ്പോഴേക്കും ഉച്ചയായി. പിന്നെ മോന് ചോറ് കൊടുത്തു. ഒന്ന് ചമ്മന്തിയും മുട്ട പൊരിച്ചതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മോളപ്പോൾ അടുത്ത് കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര അല്ല, എന്നാലും അവളിങ്ങനെ ഇറിറ്റേഷൻ ആയിക്കൊണ്ടേയിരുന്നു. അവളെപ്പോഴും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ കുറേ നേരം മുറ്റത്ത് സ്പെൻഡ് ചെയ്തു. നമുക്ക് മുറ്റത്തൊക്കെ ഇറങ്ങിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോനാണെങ്കിൽ വണ്ടി ഓടിച്ച് കളിക്കുമായിരുന്നു. അവനധികം മുറ്റത്തേക്ക് ഇറക്കാറില്ല, കാരണം അവിടെ ഭയങ്കര പട്ടികളുണ്ട്. അത് കാരണം പേടിച്ചിട്ട് ഇറക്കലില്ല. അപ്പോൾ പിന്നെ ഒന്നിനെയും പുറത്ത് കാണാത്തതുകൊണ്ട് ഇറക്കിയതാണ്. എന്നാലും ഒരു പേടിയാണ്. അങ്ങനെ കുറേ കളിച്ച് തളർന്നൊക്കെ വന്ന് കുളിച്ചു ഞങ്ങൾ. എന്നിട്ട് അവന് 2 അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചെടുത്തു. ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നന്നായിട്ട് കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പമായിരുന്നു. അതിൻ്റെ ബാക്കി മാവ് വെച്ചിട്ട് ഉണ്ടാക്കി. അടുത്ത ദൗത്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ആളെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. അവൾ പിന്നെ കുളിപ്പിക്കുമ്പോഴൊക്കെ അടങ്ങി കിടന്നോളൂ. ആദ്യത്തെ 3 മാസം തീരെ കുളിപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞ് എനിക്ക് സിസേറിയൻ ആയിരുന്നു കേട്ടോ, 2 പേരും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഞാൻ മോളെ ഒരു 13ാമത്തെ ദിവസം തൊട്ട് കുളിപ്പിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ആരും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേരും ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മോള് വന്നപ്പോഴും കുറച്ച് ദിവസം മോള് വന്നതിന് ശേഷം കുറച്ച് ദിവസം അമ്മ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും വന്നിട്ട് ഒരു പോയി. പിന്നെ എൻ്റെ അച്ഛനായിരുന്നു കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നത്. മോനെ ഞാൻ തന്നെയാണ് കുളിപ്പിച്ചത്. ഒരു 16 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ മോനെ ഞാൻ തന്നെ കുളിപ്പിച്ചു. അവന് കുറച്ച് ദിവസം കുളിപ്പിക്കാൻ ആളുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു കുളിപ്പിക്കുന്ന ഒരു നമുക്ക് കാണുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യില്ലേ, അതൊക്കെ കാരണം പിന്നെ നിർത്തി. നമ്മൾ നോർമലി ഡോക്ടറോട് ചോദിച്ചിട്ട് നമ്മൾ തന്നെ കുളിപ്പിക്കാൻ തുടങ്ങി. അവർക്കും അതാ ശരിക്കും പറഞ്ഞാൽ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ണൊന്നും എഴുതി കൊടുക്കില്ല കേട്ടോ. കൺമഷിയൊന്നും യൂസ് ചെയ്യില്ല. ജസ്റ്റ് കുളിപ്പിച്ച ഉടനെ ലോഷനൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഓർക്കും. കൺമഷി നല്ലതല്ലല്ലോ. അതുകൊണ്ട് എന്താണോ നമ്മുടെ ബേബിക്ക് നല്ലതല്ലാത്ത അതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഉപയോഗിക്കാറില്ല. എപ്പോഴും നല്ലത് മാത്രമേ ചൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ അവിനോൻ്റെ ലോഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അടിപൊളി ലോഷനാണ്. മൂക്ക് നല്ല സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് അവിനോൻ്റെ ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് 1 ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. ഞാൻ എൻ്റെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അത്രയും സെൻസിറ്റീവും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് മോളുടേത്. പിന്നെ ഡ്രസ്സൊക്കെ മാറി സുന്ദരി കുട്ടി. പിന്നെ അതിന് ശേഷം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഉള്ളു തിരക്കായിപ്പോയി.